Hey guys, it's me MS Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസിന്റെ പ്രിയപ്പെട്ട SSLC വിദ്യാർത്ഥികളെ MS സൊല്യൂഷൻ വന്നിരിക്കുന്നത് പ്രഡിക്ഷനുമായിട്ടാണ്. ഏതാ സബ്ജക്റ്റ്? മലയാളം ഫസ്റ്റ് ലാംഗ്വേജ് മലയാളത്തിന്റെ പ്രഡിക്ഷനുമായിട്ടാണ് MS വന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ? നിങ്ങൾ ആദ്യം 3 കാര്യങ്ങൾ ചെയ്യണം, എങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ പരീക്ഷ എളുപ്പമായിരിക്കും. ഒന്നാമത്തേത് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. രണ്ടാമത്തേത് വാട്സപ്പ് ചാനലിലും കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാം. അപ്പോൾ മൂന്നാമത്തത് എന്താ പറയുമ്പോൾ മൂന്നാമത്തത് തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ? മൂന്നാമത്തത് മലയാളം സെക്കൻഡിൻ്റെ ലൈവ് ഉണ്ട് 7:15 PM. ആ മലയാളം സെക്കൻഡ് എല്ലാവർക്കും ഉള്ളതാണ്. ആ ലൈവിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള നോട്ടിഫൈ മീ എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ. പല കുട്ടികളും ചോദിക്കുന്നുണ്ട്, സാർ എനിക്ക് പ്രൊഡിക്ഷൻ വീഡിയോ നേരത്തെ കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് ക്ലാസ്സുകൾ ഒരുപാട് കിട്ടണം, അത് നേരത്തെ കിട്ടണമായിരുന്നു. MS സൊല്യൂഷൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ അറിയാൻ നേരം വൈകിപ്പോയി, MS-ൻ്റെ ആപ്ലിക്കേഷൻ അറിയാൻ നേരം വൈകിപ്പോയി എന്നൊക്കെ പറയുന്ന കുട്ടികൾക്ക് ഇതാ കാര്യം ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് 2 ബാച്ചുകളാണുള്ളത്. ഒന്ന് 5, 6, 7 A+ മിനിമം കിട്ടിയാൽ മതി എന്നാഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്കുള്ളതാണ് ബെൻടൺ ബാച്ച്. വെറും 2500 രൂപ മാത്രമേ ഉള്ളൂ. ഇപ്പോഴുള്ള ഓഫർ പ്രൈസാണ്. 3000 രൂപയുടെ ബാച്ചാണ്. ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ട്? 2500 രൂപ ഓഫർ പ്രൈസ് ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി ഏതാ നമ്മുടെ ന്യൂട്ടൺ ബാച്ച്? 5000 രൂപയുടെ വാല്യൂ ഉള്ള ന്യൂട്ടൺ ബാച്ചിന് ഇപ്പോഴത്തെ റേറ്റ് 3500 രൂപയാണ്. ഇപ്പോൾ നിങ്ങൾ പറയും, സാർ ഞാനിപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വന്നതല്ല, ഞാൻ ക്വസ്റ്റ്യൻ കിട്ടാൻ വേണ്ടി വന്ന ആളാണ്. ആ കുട്ടികളോട് എനിക്ക് പറയാനുള്ളതെന്നറിയോ? ഇപ്പം നിങ്ങൾ ഓണപ്പരീക്ഷ കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് ഫ്രീ ആയെന്ന് വിചാരിക്കേണ്ട. പിന്നെ നിങ്ങൾക്ക് ഡിസംബറിൽ എക്സാം വരാനുണ്ട്, മോഡൽ എക്സാം വരാനുണ്ട്, മെയിൻ എക്സാം, പബ്ലിക് എക്സാം. ഇതിൻ്റെയൊക്കെ തലേ ദിവസം നിങ്ങൾക്ക് പ്രഡിക്ഷനും അതോടൊപ്പം തന്നെ എല്ലാ ക്ലാസ്സുകളും പ്രീ റെക്കോർഡ് വീഡിയോസുകളും ലൈവുകളും കൺകറൻറ്റ് വ്യൂസ് എല്ലാ കംപ്ലീറ്റ് കാര്യങ്ങളും നിങ്ങൾക്ക് നേരത്തെ ലഭിക്കുകയാണെങ്കിൽ എപ്പോഴും നിങ്ങൾ സേഫ് ആയിരിക്കും. 10ാം ക്ലാസ്സിൽ ഫുൾ A+ ഫുൾ മാർക്കോ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പൊന്നുമോനെ ജോയിൻ ചെയ്തോ MS സൊല്യൂഷൻസിൻ്റെ ന്യൂട്ടൺ ബാച്ചിലേക്ക്. വെറും 3500 രൂപ മാത്രമേ ഉള്ളൂ. ഓക്കെ, യെസ്, അതൊക്കെ നിങ്ങൾ ഇഷ്ടമാണ്. നമ്പേഴ്സൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇഷ്ടമുള്ള നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, 3 നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ 3-ൽ ഏത് നമ്പറിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കും കേട്ടോ. ഓക്കെ ആണല്ലോ? യെസ്. ഇതാ ലക്ഷ്മണ സാന്ത്വനം എഴുത്തച്ഛൻ. നമ്മളിതാ പ്രഡിക്ഷൻ കോഴ്സ് തുടങ്ങാൻ വേണ്ടി പോവാണ്. കണ്ണറിട്ടിട്ട് പറയുന്നതാണോ ഇടാണ്ട് പറയുന്നതാണോ നല്ലത്? ഏതാണ് സാർ? ഇടണ്ട. താങ്ക്സ് ആയിക്കോട്ടെ. ഇതാ അപ്പം എന്നോടൊരു കുട്ടികൾ ചോദിച്ചതാണേ, സാർ നിങ്ങൾക്ക് എവിടെ നിന്ന് ഈ ക്വസ്റ്റ്യൻ കിട്ടുന്നത്? നിങ്ങൾ ചോർത്തുന്നതാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, MS ചോർത്തുന്നതല്ല. MS സൊല്യൂഷൻ്റെ കയ്യിൽ ഓൾറെഡി ചോദ്യങ്ങളുണ്ട്. MS സൊല്യൂഷൻ്റെ കൈകളിൽ ചോദ്യങ്ങളുണ്ട്. ഇതാ നോക്കിക്കേ, MS സൊല്യൂഷൻസിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്കാണ് വിത്ത് ആൻസർ കീയോട് കൂടിയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ബാങ്കാണ്. നിങ്ങൾക്ക് ബുക്ക് മാത്രം മതി, MS-ൻ്റെ ബാച്ചും ഭണ്ഡാരവും കിണാപ്പൊന്നും വേണ്ട എന്നാഗ്രഹിക്കുന്ന കുട്ടിയാണെങ്കിൽ ഇതാ MS സൊല്യൂഷൻസിൻ്റെ ബുക്ക് ഉണ്ട്. 850 രൂപയാണ്. എന്നാൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട്, ഈ പ്രൊഡിക്ഷൻ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു ഓഫർ ഉണ്ടാവും. ഈ പ്രൈസ് ഇനിയും കുറയും. എത്ര ആയിരിക്കും കുറയുക? 650 രൂപ. 650 രൂപ, 200 രൂപയുടെ വ്യത്യാസമുണ്ട് കേട്ടോ. ഇനി നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്തൊരു കുട്ടിയാണെങ്കിൽ, ബെൻടണിലോ ന്യൂട്ടണിലോ ജോയിൻ ചെയ്ത കുട്ടിയാണെങ്കിൽ, ആ കുട്ടിക്കാണ് മെറ്റീരിയൽ വേണ്ടതെങ്കിൽ എത്ര റേറ്റ്? 500 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. 500 രൂപ. സോ 500 രൂപക്ക് നിങ്ങൾക്ക് ഈ മെറ്റീരിയൽ സ്വന്തമാക്കാം. 5 സയൻസ് വിഷയങ്ങളിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, SS എല്ലാ ക്വസ്റ്റ്യൻസും ഉണ്ട്. ഏത് ക്വസ്റ്റ്യൻസ്? ഇപ്പോൾ ഓണപ്പരീക്ഷയ്ക്കുള്ള ക്വസ്റ്റ്യൻസ്, ഡിസംബറിൽ നിങ്ങൾക്ക് ഡിസംബറിൽ നടത്തുന്ന ക്രിസ്മസ് എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ ഓൾറെഡി ഒരു പുസ്തകം അവിടെ വെച്ചിട്ടുണ്ട്. മോഡൽ എക്സാമിന് ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങളുണ്ട്, മെയിൻ എക്സാമിന് ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങളുണ്ട്. എല്ലാം ഓൾറെഡി അവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുക്കിലൂടെ ഇനി വേറൊരു മെറ്റീരിയലിന് പിറകെയും നിങ്ങൾ പോവേണ്ട ആവശ്യമില്ല. നോക്കിക്കേ, MS എന്തൊക്കെ തരുന്നുണ്ടടാ. പ്രഡിക്ഷൻസ്, യൂട്യൂബ് ലൈവുകൾ, ആപ്പിന് ആപ്പ്, ചെറിയ ഏറ്റവും ലോ കോസ്റ്റ്, ഏറ്റവും കുറഞ്ഞ എമൗണ്ടിലാണ് ആപ്പിലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നത്. പക്ക മെൻറ്ററിങ്, പ്യുവർ മെൻറ്ററിങ്. MS സൊല്യൂഷൻസിൻ്റെ യൂട്യൂബ് ചാനലിൽ മെയിൻ പ്രത്യേകത, ആപ്പിൻ്റെ ഒരു പ്രത്യേകത, ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്ക് പക്ക മെൻറ്ററിങ് ആയിരിക്കും. മെൻറ്ററിങ് എന്താ? നല്ല സപ്പോർട്ട് ഉണ്ടാവും. അവർക്ക് വേണ്ടിയുള്ള സ്റ്റഡി പ്ലാന്, ഇൻഡിവിജ്വൽ പ്ലാന് ഓരോ കുട്ടിക്കും വ്യത്യസ്തമാണ്. എനിക്ക് ഫിസിക്സും മാത്സും നന്നായിട്ട് അറിയാമെങ്കിൽ മറ്റൊരു കുട്ടിക്ക് സോഷ്യലായിരിക്കും കുറച്ചുകൂടി നന്നായിട്ട് അറിയാം. എനിക്ക് മാത്സ് പ്രശ്നം ഉണ്ടെങ്കിൽ
ആ പ്രശ്നം പരിഹരിക്കാൻ ഒരാൾ വേണം. അതെന്തായാലും MS സൊല്യൂഷൻ ആവണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഒക്കെ ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. ബുക്കിൻ്റെ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇതാ 62 82 66 30 09. നിങ്ങൾക്ക് ഇവിടെ അടിക്കൂടി സ്ക്രോൾ പോകുന്ന നമ്പറോ ഏത് നമ്പറിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം കേട്ടോ. ഏത് നമ്പറിൽ അയച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ പറഞ്ഞ ബുക്ക് കിട്ടും, ക്ലാസ് കിട്ടും, അതുപോലെ ബെൻട്ടണോ ന്യൂട്ടണോ ബാച്ചിലും ജോയിൻ ചെയ്യാം. ഓക്കെ, യെസ്. MS പ്രഡിക്ഷൻ ഇപ്പം തന്നെ ഒരുത്തൻ കമൻറ്റ് ചെയ്തിട്ടുണ്ടാവും, അവിടെ നിന്ന് അങ്ങോട്ട് കണ്ടോളി എന്ന് പറഞ്ഞിട്ട്. ആയിക്കോട്ടെ, മരിച്ചാലും മറക്കൂലടാ മോനെ. യെസ്, നോക്കിക്കോ. ആദ്യം ലക്ഷ്മണ സാന്ത്വനം എഴുത്തച്ഛൻ. ശ്രദ്ധിക്കണേ. ഇതുപോലൊരു ചോദ്യം നാളത്തെ SSLC ഓണം എക്സാം 2024 ചോദിച്ചിരിക്കും. എങ്ങനെ? ഇക്കാലത്തും പ്രസക്തമായ ജീവിത പാഠങ്ങളാണ് എഴുത്തച്ഛൻ പകർന്നു തരുന്നത്. മുകളിൽ നൽകിയ സന്ദർഭങ്ങളും പാഠഭാഗവും പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. സോ ഇതുപോലെ എഴുത്തച്ഛൻ്റെ ലക്ഷ്മണ സാന്ത്വനം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന്, ലക്ഷ്മണ സാന്ത്വനം എന്ന് പറയുന്ന കവിതയിൽ നിന്ന് വരികൾ തന്നിട്ട് ആ വരികളുമായി ബന്ധപ്പെട്ട സന്ദർഭം വിശകലനം ചെയ്ത് ഒരു കുറിപ്പ് തയ്യാറാക്കാനുള്ള ചോദ്യം, അല്ലെങ്കിൽ ലക്ഷ്മണ സാന്ത്വനം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വരികൾ തന്നിട്ട് നിങ്ങളോട് സന്ദർഭം വിവരിക്കാനും അതിൽ നിന്ന് ഉൾക്കൊള്ളുന്ന കുറിപ്പ് എന്താണെന്നൊക്കെ നിങ്ങളോട് എക്സാമിന് ചോദിക്കും. ഓക്കെ ആണല്ലോ? യെസ്. അടുത്ത് നോക്കടാ, അതിൻ്റെ ആൻസർ കീ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആൻസർ കീ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ചാനലിലും കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇതുപോലൊരു ക്വസ്റ്റ്യൻ തന്നെ ഞാൻ വീണ്ടും കൊടുത്തതാ. വായി പൊളിക്കൂ സിംഹക്കുട്ടി, നിന്റെ പല്ല് ഞാൻ എണ്ണട്ടെ, എൻ്റെ അച്ഛൻ താനല്ല ദുഷ്യന്തനാണ്. കുട്ടിത്തത്തിൻ്റെ എന്തെല്ലാം സവിശേഷതകളാണ് സർവ്വതമനനിൽ കാണുന്നത്? സർവ്വതമനനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നാളത്തെ പരീക്ഷാ പേപ്പറിൽ ചോദിച്ചിരിക്കും. ഓക്കെ, സോ ഇതുപോലെ സർവ്വതമനൻ്റെ കഥാപാത്ര നിരൂപണം എന്നല്ല, സർവ്വതമനനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം. ഓക്കെ, ദുഷ്യന്തൻ തൻ്റെ മകനായിട്ടുള്ള സർവ്വതമനനെ കാണുമ്പോൾ, ദുഷ്യന്തൻ തൻ്റെ മകനായിട്ടുള്ള സർവ്വതമനനെ കാണുമ്പോൾ അവനെ എങ്ങനെയാണ് ആ ഒരു സന്ദർഭത്തെക്കുറിച്ച് വിവരിക്കാനോ ആ സന്ദർഭത്തിൽ എന്താണ് സംഭവിച്ചതെന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം. ഓക്കെ അല്ലേ? യെസ്, അതിൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. ഇതുപോലെ ഉറപ്പിച്ചോളി മക്കളെ, നാളത്തെ SSLC ഓണം എക്സാം 2024 ഇതുപോലൊരു ചോദ്യം ചോദിച്ചിരിക്കും. എരിയാൻ വിറകിന്നു കത്തിടും പെരിയായുള്ളൊരു ഹവ്യവാഹന ശരിയായി നനച്ചിടുന്നു ഞാൻ പെരിയോർക്കുള്ളൊരു വീരബാലനെ. ഈ വരികളുടെ വർണ്ണന ഭംഗിയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ പറയും. കുറിപ്പ് നൽകില്ല, മേ ബി ആ വർണ്ണന ഭംഗിയായിരിക്കാം, എന്തായാലും കുഴപ്പമില്ല, നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. ഈ വരി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഇതുപോലൊരു ചോദ്യം വീണ്ടും പരീക്ഷാ പേപ്പറിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ആവർത്തിച്ചിട്ടുണ്ടായിരുന്നു. നോക്കിക്കേ, ഇതുപോലൊരു ചോദ്യം ആവർത്തിച്ചത് കണ്ടോ നിങ്ങൾ? എരിയാൻ വിറകിന്നു കാത്തിടും പൊരിയായുള്ളൊരു ഹവ്യവാഹന്. ഇതിലെ സദൃശ്യ കൽപ്പന എന്ത്? എന്താ കൽപ്പന? ദുഷ്യന്തൻ്റെ മകനായിട്ടുള്ള സർവ്വതമനനെ ആരോടായിട്ട് സാദൃശ്യം നൽകിയത്? എരിയുന്ന ആ ഒരു കൊള്ളിയില്ലേ, എരിയുന്ന കൊള്ളി അല്ലെ, എന്താ പറയുക, ഇപ്പോൾ ഇവിടെ എഴുതി ഉണ്ടാവുമല്ലോ, ദുഷ്യന്തനെയും സർവ്വതമനനെയുമാണ് അവിടെ സൂചിപ്പിച്ചത്. എന്താ റീസൺ? എന്താ? സർവ്വതമനനെയും തീപ്പൊരിയെയും എന്താ ഇപ്പോൾ എഴുതിയത്? മാറിപ്പോയ കേട്ടോ. സർവ്വതമനനെയും തീപ്പൊരിയെയുമാണ് അത് സൂചിപ്പിച്ചത്. ഞാൻ ദുഷ്യന്തൻ ആയിപ്പോയതാണ്. അതായത് എരിയാൻ വിറകിന്ന് കാത്തിടും, അതായത് കത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു തീപ്പൊരിയില്ലേ, അത്രമേൽ ക്ഷത്രിയ വംശനാണ് ആര്? ദുഷ്യന്തൻ്റെ മകനായിട്ടുള്ള സർവ്വതമനൻ. അതുകൊണ്ട് സർവ്വതമനനെ കുറിച്ച് ദുഷ്യന്തൻ തന്നെ കാണണ സംഗതി. സോ ഈ ഒരു സാദൃശ്യ ഭംഗി വേണമെങ്കിൽ പരീക്ഷ പേപ്പറിൽ ചോദിച്ചേക്കാം. സോ ഈ വരികൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഉറപ്പിച്ചോളി മക്കളെ, എരിയാൻ വിറകിന്ന് കാത്തിടും. ഉറപ്പിച്ചോളി, SSLC ഓണം എക്സാം 2024 ഇതുപോലൊരു ചോദ്യം ചോദിച്ചിരിക്കും. യെസ്. അടുത്ത നോക്കിക്കേ, പാവങ്ങൾ നാലപ്പാട്ട് നാരായണ മേനോൻ. പാവങ്ങൾ നാരായണ മേനോൻ ഇതൊക്കെ തർജ്ജമ ചെയ്തതാ അല്ലേ? പാവങ്ങൾ നോക്കിക്കേ. യെസ്, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. SSLC ഓണം എക്സാം 2024 ചോദിച്ചിരിക്കും. പൊന്നുമക്കളെ, ഭഗവാനെ എൻ്റെ ഈശ്വര, അത് കട്ടുപോയി. ഇന്നലെ രാത്രി ഇവിടെ വന്ന മനുഷ്യൻ അത് കട്ടു. മദാമംഗ്ലർ, ഞാൻ ആ വെള്ളി സാമാനം വളരെ കാലം സൂക്ഷിച്ചു പോകുന്നത് ഒരിക്കലും ശരിയായിട്ടല്ല. അത്
പാവങ്ങളുടെയാണ്. ഈ വെരി വെരി ഇമ്പോർട്ടൻ്റാ, ഈ വരി വെരി ഇമ്പോർട്ടൻ്റാ, ഈ വരി നയിപ്പോയി, ഈ വരി വെരി ഇമ്പോർട്ടൻ്റ്. അത് പാവങ്ങളുടെയാണ്. മൈത്രാൻ നന്നായിപ്പോവും. മെത്രാൻ അച്ഛൻ്റെയും മദാമംഗ്ലാറിൻ്റെയും മനോഭാവങ്ങൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഈ വരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആ മെത്രാൻ അച്ഛൻ്റെ ആ ഒരു സ്വഭാവത്തെക്കുറിച്ചും ആ ഒരു പിന്നെ പാവങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മളുടെ ഇപ്പോഴത്തെ കാലഘട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശകലനം ചെയ്തുകൊണ്ടുള്ള ഒരു കുറിപ്പ് തയ്യാറാക്കാൻ പരീക്ഷാ പേപ്പറിൽ ചോദിച്ചേക്കാം. ഓക്കെ, യെസ്, ഞാൻ ചെറിയ രീതിയിലുള്ള പോയിന്റുകൾ മാത്രം ഇവിടെ കൊടുത്തില്ല കേട്ടോ ആൻസർ കീയിൽ. യെസ്, നോക്കിക്കേ, മദാമംഗ്ലാർ, ഞാൻ ആ വെള്ളി സാമാനം വളരെ കാലം സൂക്ഷിച്ചു പോകുന്നത് ഒരിക്കലും ശരിയായിട്ടല്ല, അത് പാവങ്ങളുടെയാണ്. പാവങ്ങളിലെ മെത്രാൻ്റെ ഈ കാഴ്ചപ്പാട് നമുക്ക് നൽകുന്ന ജീവിത പാഠങ്ങൾ എന്തെല്ലാം? കുറിപ്പ് തയ്യാറാക്കുക. ഈ കാഴ്ചപ്പാട് വെരി വെരി ഇമ്പോർട്ടൻ്റ്, അത് പാവങ്ങളുടെയാണ് എന്നുള്ളത് തീർച്ചയായിട്ടും SSLC ഓണം എക്സാം 2024 ചോദിച്ചിരിക്കും. ഡോണ്ട് വറി, നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. ആൻസർ കീ ഇവിടെ ഉണ്ട് കേട്ടോ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അപ്പോൾ ഒന്നാമത് ഇതൊക്കെ വീണ്ടും സെയിം ആവർത്തിച്ച് ചോദിച്ച ചോദ്യം കൊണ്ട് ഞാൻ വീണ്ടും കൊടുത്തതേ ഉള്ളൂ കേട്ടോ. നോ പ്രോബ്ലം, ഒക്കെ ഒരേ ക്വസ്റ്റ്യൻസ് ആണ്. യെസ്, കഥാപാത്ര നിരൂപണം. മെത്രാനച്ഛനെ കുറിച്ച്, മെത്രാനച്ഛൻ്റെ ഒരു കഥാപാത്ര നിരൂപണം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം SSLC ഓണം എക്സാം 2024. ഓണം എക്സാം 2024 2 കഥാപാത്ര നിരൂപണമാണ് MS പ്രഡിക്റ്റ് ചെയ്യുന്നത്. MS പ്രഡിക്റ്റ് ചെയ്യുന്നത് 2 കഥാപാത്ര നിരൂപണ. ഒന്ന് ആരുടേതാ? മെത്രാനച്ഛൻ്റേതാണ്. രണ്ടോ നമ്മുടെ മിസ്തലത്ത് അല്ലെങ്കിൽ മെത്രാൻ, ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് കഥാപാത്ര നിരൂപണം ഉറപ്പിച്ചോളൂ. അതിലേറ്റവും കൂടുതൽ MS പ്രഡിക്റ്റ് ചെയ്യുന്നത് മെത്രാൻ അച്ഛനെ കുറിച്ചായിരിക്കും. SSLC ഓണം എക്സാം 2024 മെത്രാൻ അച്ഛനെ കുറിച്ചുള്ള ഒരു കഥാപാത്ര നിരൂപണം പരീക്ഷാ പേപ്പർ ചോദിച്ചേക്കാം. ഇതൊക്കെയാണ് എഴുതേണ്ടത്. കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് വേണം പോകാൻ. ആരും മിണ്ടുന്നില്ല. യെസ്. ഓക്കെ, അടുത്തത് വിശ്വരൂപം, ലളിതാംബിക അന്തർജനം. കണ്ടില്ലേ, ഇതാ നമ്മുടെ വിദേശത്ത് പോയി സ്വദേശത്തേക്ക് തിരിച്ചു വന്ന ലളിതാംബിക അന്തർജനം. നമ്മളെ സുധീർത അവിടെ സൈഡിലുണ്ട്, ശരിയല്ലേ? യെസ്, ഇതൊക്കെ പാഠത്തിൻ്റെ അർത്ഥമൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ ആവോ? നോക്കിക്കേ, ഞാൻ ഇന്ത്യയിൽ ജനിക്കാൻ ആഗ്രഹിക്കുന്നു മാഡം. ഇന്ത്യ എത്ര നല്ല നാടാണ്. വൃദ്ധൻ്റെ വാക്കുകളുള്ള പ്രതികരണം കുറിക്കുക. ഇതുപോലെ നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്വദേശത്തിൻ്റെ ഭംഗിയുമായി ബന്ധപ്പെട്ട് പരീക്ഷാ പേപ്പറിൽ ചോദിച്ചേക്കാം. ഓക്കെ, ചോദിക്കണം. സുധീർ ചില്ലറക്കാരനല്ല. മിസ്സിസ് സ്ഥലത്തിൻ്റെ കഥാപാത്ര നിരൂപണം പരീക്ഷാ പേപ്പർക്ക് വേണ്ടി, നിങ്ങൾ പഠിച്ചിട്ട് പോകണം കേട്ടോ. മിസ്സിസ് സ്ഥലത്തിൻ്റെ കഥാപാത്ര നിരൂപണം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഥാപാത്ര നിരൂപണം ചോദിക്കുമ്പോൾ എഴുതണം നിങ്ങൾ ലളിതാംബിക അന്തർജനത്തിൻ്റെ. വിശ്വരൂപം എന്ന കഥയിലെ ശക്തമായൊരു കഥാപാത്രമാണ് മിസ്സിസ് സ്ഥലത്ത്. അങ്ങനെ തന്നെ എഴുതി തുടങ്ങണം കേട്ടോ. ഓക്കെ അല്ലേ? യെസ്, അടുത്ത നോക്കിക്കേ, നമ്മുടെ സ്വന്തം പ്രിയദർശനം കുമാരനാശാൻ. താമരയും സൂര്യനും തമ്മിലിന്നും മൗനമോ. താമരയായിട്ട് ആരാ? നളിനി. ഇതാ മോനെ നളിനി, മോനെ നളിനി, എൻ്റെ മോനെ. യെസ്, അപ്പുറത്താരാ? നളിനിയും ദുഷ്യന്തനല്ല, രാവണനോ ഓടായിരുന്നു. നളിനിയും മറ്റൊരാളോട് ഉണ്ടായിരുന്നടാ. പെട്ടെന്ന് എനിക്ക് എല്ലാ ചാപ്റ്ററും ആട്ടുംകൂട്ടൊക്കെ മാറിപ്പോവും, അതതിൻ്റെ പ്രശ്നം. നളിനിയുണ്ട്, നമ്മളെ സന്യാസിയുണ്ട്. ഓക്കെ, സന്യാസിക്ക് ഒരു പേരുണ്ടായിരുന്നു, പ്രിയദർശനല്ലേ? നളിനിയും ഹൈഷ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തിട്ട് ആരായിരുന്നു എന്നുള്ളത്. സോ നളിനിയെ താമരയോടും ഇദ്ദേഹത്തെ സൂര്യനോടുമാണ് ഉപമിച്ചിരിക്കുന്നത്. എന്തിനാണെന്നറിയോ? ഒരു കാമുകിയും കാമുകനും. കുമാരനാശാൻ ഒരു പ്രത്യേകത ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഏത് കവിതകൾ എടുത്തു കഴിഞ്ഞാലും കാമുകിയും കാമുകനും മോനെ ഇതാണ് അവസ്ഥ. അതായത് പ്രണയിപ്പിക്കുകയും ചെയ്യും, എന്നാ തൊടുകയില്ല. പ്രണയിപ്പിക്കുകയും ചെയ്യും, തൊടുകയില്ല. തൊടുല പ്രണയിപ്പിക്കും. ഇതാണ് പരിപാടി. ഇതാണ് കുമാരനാശാൻ്റെ മെയിൻ പരിപാടി. അതുപോലെ തന്നെയാണ് നളിനിയും ഇവിടെ ഉണ്ട്, ഇപ്പുറത്തെ സന്യാസിയും ഉണ്ട്. നളിനിയും ഇദ്ദേഹവും തമ്മിലൊരു പ്രണയം ഉണ്ടായിരുന്നു. പിന്നെ കുറേ കാലം ഇദ്ദേഹത്തെ കാണാതായപ്പോൾ നളിനി ആത്മഹത്യക്ക് ശ്രമിച്ചു. ആ സമയത്ത് നളിനിക്ക് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞു. പക്ഷെ അയാൾ ആരായിപ്പോയി? സന്യാസിയായിപ്പോയി. സന്യാസിമാർക്ക് എന്ത് പറ്റൂല? വെണ്ണെട്ടാൻ പറ്റൂല. യെസ്, ഇതാ നോക്കിക്കേ,
ഏവമോദിയിടരാർന്നു കണ്ണുനീർ തൂവിനാൾ മൊഴി കുഴങ്ങി നിന്നവൾ. കാവ്യസന്ദർഭത്തിൽ തെളിയുന്ന നളിനിയുടെ മാനസികാവസ്ഥ വ്യക്തമാക്കുക. നളിനിയുടെ മാനസികാവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നാളത്തെ പരീക്ഷാ പേപ്പറിൽ ചോദിക്കും. അതായത് പ്രിയദർശനം എന്ന് പറയുന്ന കവിതയിൽ നിന്ന്, ഉറപ്പിച്ചോളി മക്കളെ, പ്രിയദർശനം എന്ന് പറയുന്ന കവിതയിൽ നിന്ന് SSLC ഓണം എക്സാം 2024 ഇതുപോലെ കവിതയുടെ വരികൾ തന്നിട്ട് നിങ്ങളൊരു കുറിപ്പ് തയ്യാറാക്കാനുള്ള ചോദ്യം ചോദിച്ചിരിക്കും. ഓക്കെ, ആൻസർ കീ കൊടുത്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഭവാനു പണ്ഡിഷ്ഠയാം നളിനി ഞാൻ മഹാമതേ. നളിനി തന്നെ ഇപ്രകാരം പരിചയപ്പെടുത്തിയത് എന്തുകൊണ്ട്? തൊള്ള കൊണ്ട് അല്ലട്ടോ, എഴുതിക്കൊള്ളട്ടോ. ഓക്കെ, പ്രാണനോടും ഒരു നാൾ ഭവൽപദം കാണുവാൻ ചിരമഹോ കൊതിച്ചു ഞാൻ കേണുവാണിവിടെ ഏകുമർത്തിയാം പ്രാണിതൻ പ്രിയമൊരിക്കലീശ്വരൻ. ചോദിക്കും പരീക്ഷയ്ക്ക്, നളിനി മരണത്തിന് മുമ്പുള്ള ആശയായി പറയുന്നത് എന്തെല്ലാം? വ്യക്തിയാധിഷ്ഠിത സ്നേഹത്തിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാവാം? പലതും ആവാം. എഴുതി കൊടുത്തോളേ ചെറുപ്പക്കാരാ. പ്രിയദർശനം എന്ന ശീർഷകത്തിൻ്റെ ഔചിത്യം കുറിക്കുക. വെരി ഇമ്പോർട്ടൻറ്റ്. നാളത്തെ ഓൺ എക്സാമിന് ചാൻസ് ഉള്ളൊരു സംഗതിയായത്. അതായത് ഒന്നുകിൽ കടൽ തീരത്ത് അല്ലെങ്കിൽ പാവങ്ങൾ, അതും അല്ലെങ്കിൽ പ്രിയദർശനം. ഈ ചാപ്റ്ററിൻ്റെ പേര് എത്രത്തോളം ആ ചാപ്റ്ററിന് യോജിക്കുന്നുണ്ട്. അതിലേറ്റവും ചാൻസ് ഉള്ളത് പ്രിയദർശനവും അതുപോലെ തന്നെ പാവങ്ങളുമാണ് കേട്ടോ. യജ്ജാതി പാവം. യെസ്, അതിൻ്റെ ആൻസർ കീ ഇവിടെ കൊടുത്തിട്ടുണ്ടേ. യെസ്, അടുത്ത നോക്കിയേ. കണ്ടുടൻ സ്വയം അറിഞ്ഞിടാത്തതോർത്തിടൽ വേണ്ട സഖി കേണ്ടേണ്ടകൾ പണ്ടു നിന്നെയൊരിളം കുരുന്നായി കണ്ടു ഞാൻ സബതി വല്ലിയായി നീ. വരികളിലെ കാവ്യപരമായ സവിശേഷതകൾ കണ്ടെത്തി എഴുതാനുള്ള ചോദ്യം. അതൊക്കെ ഞാനിവിടെ കുറച്ച് കൂട്ടിപ്പോയതാട്ടോ. ഓക്കെ, പിന്നെ ഇതുപോലെ അതായത് നമുക്ക് പഠിക്കാനുള്ള, ഇതിപ്പം ആരായിരുന്നു? ലക്ഷ്മണ സ്വന്തനാണോ? പ്രിയദർശനം തോന്നുന്നു. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അലമലെ വിവേകികൾ. അതായത് ഇതുപോലെ ഒരു കവിതയുടെ വരികളും മറ്റൊരു കവിതയുടെ വരികളും തമ്മിൽ തന്നിരിക്കുന്ന വരികളിലെ ജീവിത ദർശനം താരതമ്യം ചെയ്യാതിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാനുള്ള ചോദ്യം. അതായത് രണ്ട് കവിതകളുടെ രണ്ട് സ്റ്റാൻസ തരും. എന്നിട്ട് നിങ്ങളോട് അത് രണ്ടും താരതമ്യം ചെയ്യാൻ പറയും. അതുപോലൊരു കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, അതുപോലെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതിക്കൊള്ളണം. എഴുതല്ലേ? എന്താ തീർന്നില്ലേ? കഷ്ടകാലമഖിലം കഴിഞ്ഞു. നളിനിയുടെ അപ്പോഴത്തെ മാനസികാവസ്ഥ വെളിപ്പെടുത്തുന്നതിന് ഈ പ്രയോഗങ്ങൾ എത്രമാത്രം പര്യാപ്തമാണ്? നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിക്കുക. അത് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ? യെസ്, അടുത്ത ദിവസം കടൽ തീരത്ത് OV വിജയൻ. കടൽ തീരത്ത് നിന്ന് എന്തായാലും നല്ലൊരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കുക കേട്ടോ. ഓക്കെ, പൊതിച്ചോറിന് കഥയിൽ സവിശേഷമായ സ്ഥാനമാണുള്ളത്. പൊതിച്ചോറുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം SSLC ഓണം എക്സാം 2024 നിങ്ങൾക്ക് പ്രതീക്ഷിക്കുക കേട്ടോ. ഓക്കെ, ആൻസർ കീ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ടേ. ഇനി ആസ്വാദക മനസ്സിനെ ആഴത്തിൽ സ്പർശിച്ച OV വിജയൻ്റെ കടൽ തീരത്ത് എന്ന കഥയ്ക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. മേ ബി അങ്ങനെയും ചോദിച്ചേക്കാം. കടൽ തീരത്ത് എന്ന് പറയുന്ന കഥയ്ക്ക് ചിലപ്പോൾ ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ ചോദ്യം ചോദിച്ചേക്കാം. ഓക്കെ, പഠിച്ചോളണം കേട്ടോ. ഇനി ഉപന്യാസം, ആസ്വാദനക്കുറിപ്പ്, മുഖപ്രസംഗം, കഥാപാത്ര നിരൂപണം. പല കുട്ടികളും എഴുതുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന സംഗതിയാണ്. അതുകൊണ്ട് ഇത് 4 നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. ഉപന്യാസം ചോദിക്കുകയാണെങ്കിൽ പറയാൻ പറ്റില്ല, ആസ്വാദനക്കുറിപ്പ് ചോദിക്കാൻ പറ്റില്ല, മുഖപ്രസംഗം കഥ. ഓക്കെ, അടുത്തത് ഉറങ്ങി വയ്യാണ്ടായി. ഉപന്യാസം തയ്യാറാക്കുമ്പോൾ നിങ്ങൾ തലക്കെട്ട് കൊടുക്കണം, ആമുഖം കൊടുക്കണം, വിവരങ്ങളുടെ ശരീരഘടന കൊടുക്കണം, ഉപസംഹാരവും വേണം, അതായത് നിർത്തണം. ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ശീർഷകം അഥവാ തലക്കെട്ട് വേണം, ആമുഖം വേണം, പാരഗ്രാഫ് വേണം, സാമൂഹികവും സമകാലികവുമായ പ്രസക്തി വേണം, കൃതിയിലെ പ്രസക്ത ഭാഗങ്ങളുടെ വിശദീകരണം വേണം, വരികൾ പ്രത്യേകം എടുത്ത് പരാമർശിക്കണം, പുറത്തു നിന്നുള്ള വചനങ്ങൾ ഉപയോഗിക്കാം, മനോഹരമായ ഉപസംഹാരവും വേണം. ഇതാണ് ആസ്വാദനക്കുറിപ്പിന് മെയിനായിട്ട് വേണ്ടി കേട്ടോ. ഇനി നമ്മുടെ മുഖപ്രസംഗം ഒരു പത്രത്തിൻ്റെയോ മാഗസിൻ്റെയോ അല്ലെങ്കിൽ രേഖാമൂലമുള്ള മറ്റേതെങ്കിലും മാധ്യമത്തിൻ്റെയോ മുതിർന്ന എഡിറ്റോറിയൽ സ്റ്റാഫ് എഴുതുന്ന പ്രധാനപ്പെട്ട ലേഖനമാണെന്ത്? മുഖപ്രസംഗം. മുഖത്ത് നോക്കി പ്രസംഗിക്കാം. സമകാലിക പ്രസക്തിയുള്ള ഒരു വിഷയത്തെ മുൻനിർത്തി തയ്യാറാക്കുന്ന പത്രത്തിൻ്റെ കാഴ്ചപ്പാടാണ് മുഖപ്രസംഗം. ഇതുപോലെ ഒരു പ്രസംഗം നാളത്തെ പരീക്ഷാ പേപ്പറിൽ കാണാനുള്ള സാധ്യതയുണ്ട്. അത് ഏത് ചാപ്റ്ററിൽ നിന്നും ആവാം. വളരെ റയറായിട്ട് പറയുകയാണെങ്കിൽ പാവങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഒരു പ്രസംഗമായിരിക്കും മിക്കവാറും ഉണ്ടാവുക. പാവങ്ങൾ അല്ലെങ്കിൽ കടൽ തീരത്തിൻ്റെ പ്രസംഗം ചോദിക്കാൻ ചാൻസ് ഇല്ല അല്ലേ? പാവങ്ങളും പിന്നെ അറിയുന്നു പാവങ്ങളിലാണ്
നമ്മുടെ മെത്രാനച്ചനും കള്ളനും ഇതൊക്കെ വരുന്നത്. അപ്പോൾ പാവങ്ങൾ തന്നൊരു മുഖപ്രസംഗം, നമുക്കൊരു പ്രസംഗം മനസ്സിൽ കരുതാം. പ്രെഡിക്റ്റ് ചെയ്യുന്നത് ഒരു പ്രസംഗം വരാൻ ചാൻസ് ഉണ്ട്. അത് വരികയാണെങ്കിൽ പാവങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നായിരിക്കും, അതല്ലെങ്കിൽ കടൽ തീരത്ത്. അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, യെസ്. ഇനി കഥാപാത്ര നിരൂപണം തയ്യാറാക്കുമ്പോൾ എഴുതേണ്ടത് കഥാപാത്രത്തിൻ്റെ രൂപം, വേഷം, ജോലി, കഥാപാത്രത്തിൻ്റെ സ്വഭാവ സവിശേഷത, കഥയിലെ സ്ഥാനം, കഥാപാത്രത്തിൻ്റെ സാമൂഹിക പ്രസക്തി, സന്ദേശം, ഇങ്ങനെയൊക്കെയാണ് വേണ്ടത്. സോ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഞാനിവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ദാ MS സൊല്യൂഷൻ വീണ്ടും പറയുന്നു, ബെൻടൺ ബാച്ചിൽ അല്ലെങ്കിൽ ന്യൂട്ടൺ ബാച്ചിൽ വളരെ പെട്ടെന്ന് ജോയിൻ ചെയ്യുക. 2 ദിവസം മാത്രമേ ലിമിറ്റഡ് ഓഫർ ഉള്ളൂ. ഈ കാണുന്ന 3 മൊബൈൽ നമ്പറിലേക്കും 3-ൽ ഏതെങ്കിലും ഒരു മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ബാച്ചിലേക്ക് വളരെ പെട്ടെന്ന് ജോയിൻ ചെയ്യേണ്ടതാണ്. MS വീണ്ടും പറയുന്നു, ഇപ്പം നിങ്ങൾക്കൊക്കെ മടിയായിരിക്കും, ഇപ്പം നിങ്ങൾക്കൊക്കെ ജോയിൻ ചെയ്യാൻ മടിയായിരിക്കും. കാര്യം നിങ്ങളുടെ മനസ്സിൽ നാളെ പരീക്ഷ, മറ്റന്നാൾ പരീക്ഷ, എനിക്ക് ആ പരീക്ഷേൻ്റെ പ്രഡിക്ഷൻ എന്തായാലും രാത്രി 2 മണിക്ക് കിട്ടും, അങ്ങനെയല്ല ആലോചിക്കേണ്ടത്. ഈ ഓണപ്പരീക്ഷ സെപ്റ്റംബർ 12 കഴിയുന്നതോടുകൂടി ഞാൻ വീണ്ടും ഫ്രീ ആവുകയാണ്. ഓക്കെ, ഇനി എൻ്റെ മുമ്പിൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി 5 മാസമേ ഉള്ളൂ. 6-ാമത്തെ മാസം എൻ്റെ മുമ്പിൽ വരുന്നത് ആരാ? പബ്ലിക് എക്സാമാണ്. ആര് സഹായിക്കും? ഓണപ്പരീക്ഷയ്ക്ക് ചോദ്യപേപ്പർ ചോർത്തിക്കൊണ്ടുവരും, ക്രിസ്മസ് പരീക്ഷയ്ക്ക് ചോദ്യപേപ്പർ ചോർത്തിക്കൊണ്ടുവരും, മോഡൽ എക്സാമിനും മേ ബി ചോദ്യപേപ്പർ ചോർത്തിക്കൊണ്ടുവരും. എന്നാൽ പബ്ലിക് എക്സാമിന് നിങ്ങൾക്ക് ആര് ചോർത്തിക്കൊണ്ടുവരും? MS കൊണ്ടുവരും. ചോർത്തിയിട്ടല്ല, പ്രഡിക്ഷൻ ചെയ്തിട്ട്. അത് MS റെഡിയാ. അങ്ങനെ MS-നെ വിശ്വസിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്തോളണം MS സൊല്യൂഷൻസിൻ്റെ ന്യൂട്ടൺ ബാച്ചിൽ. ന്യൂട്ടൺ ബാച്ചിൽ റെയർ പീസാണ്, റെയർ ബാച്ചാണ്. ന്യൂട്ടൺ ബാച്ചിൽ ജോയിൻ ചെയ്താൽ എല്ലാം ക്ലിയർ ആയിരിക്കും. നെവർ അണ്ടർ എസ്റ്റിമേറ്റ് അവർ ന്യൂട്ടൺ ബാച്ച്. അപ്പോൾ ബെൻടൺ എന്ന് പറഞ്ഞാൽ എല്ലാം പെടും. ആ പേര് കൊടുക്കാൻ തന്നെ കാരണം അതാ. ബെൻടൺ ബാച്ച് എന്ന് പറഞ്ഞാൽ ഗെയിം കളിക്കുന്ന ടീംസാണ്. അതായത് അവർക്ക് 6, 7, 8, 9 A+ കിട്ടിയാൽ മതി. ഫുൾ A+ ആണോ ലക്ഷ്യം? ഞാൻ പറയുന്നത് ചെയ്യാൻ റെഡിയാണോ? എന്നാൽ കിട്ടും. ന്യൂട്ടൺ ബാച്ചിൽ ജോയിൻ ചെയ്താൽ മതി. 1000 പിന്നെ വ്യത്യാസമേ ഉള്ളൂ. ഒന്ന് 2500, ഒന്ന് 3500. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ഈ കാണുന്ന ഏത് മൊബൈൽ നമ്പറിലും നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. MS വീണ്ടും പറയുന്നു, MS പറയുന്നതാ വരുന്നത് മറ്റെന്താ പറയുവേ. സോ പ്രഡിക്ഷൻ ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്, ഐ അവോയ്ഡ്, ബട്ട് prediction likes me, I can't avoid. വീണ്ടും കാണാം. It's me, MS Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.